ഹായ് എവരിവൺ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി 3ഓളം വീഡിയോസ് തിയോഡലൈറ്റിനെ പറ്റി തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ തിയോഡലൈറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫണ്ടമെൻ്റൽ ലൈൻസ്. ഈ ഫണ്ടമെൻ്റൽ ലൈൻസിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഷീനെ നമുക്ക് വ്യക്തമായിട്ട് അതിനെ ഉപയോഗിക്കാൻ കഴിയില്ല. ഒരുപാട് തരത്തിലുള്ള എറേഴ്സ് ആ ഒരു മെഷീന് ഉണ്ടാവും. അതിപ്പോൾ ഡിജിറ്റൽ ആയാലും മാനുവൽ മെഷീൻ ആയാലും ഏത് തരത്തിലുള്ള മെഷീൻ ആയാലും ആ ഒരു ഫണ്ടമെൻ്റൽ ലൈൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ലൈൻസിനെ പറ്റിയാണ്, അതും തിയോഡലൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫണ്ടമെൻ്റൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്, കണ്ടു നോക്കൂ. നമുക്കിനി ഫണ്ടമെൻ്റൽ ലൈൻസിനെ പറ്റി പഠിക്കാം. ഫണ്ടമെൻ്റൽ ലൈൻസ് എന്നാൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിൽ ഒരു ഫിക്സഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ആകൂ. ഉദാഹരണത്തിന്, ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ്, ഈ വെർട്ടിക്കൽ ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആകണം. വെർട്ടിക്കൽ ആക്സിസ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ്. തിയോഡലൈറ്റിൻ്റെ ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനാണ് ഈ ലൈൻ, ഈ റെഡ് ലൈൻ. ഇതെന്ന് പറയുന്നത് ഈ ലൈനിലൂടെയാണ് പ്ലം ബോബ് നമ്മൾ കടന്നു പോകുന്നത്, ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിലുള്ള പ്ലം ബോബ്. ഈ തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പ്, ഈ ടെലസ്കോപ്പ് ഇങ്ങനെ സ്വിങ് ചെയ്യുന്ന ആക്സിസാണ് വെർട്ടിക്കൽ ആക്സിസ്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് നമ്മുടെ ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്സിസാണ് ഈ പറയുന്ന ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ടെലസ്കോപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ടായാലേ പറ്റും. ഇതാണ് തിയോഡലൈറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ ഹൊറിസോണ്ടൽ ആക്സിന് തന്നെ ട്രൂ യൂണിയൻ എന്നും ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നും അറിയപ്പെടുന്നു. ഒരു ഫണ്ടമെൻ്റൽ ലൈനാണ് ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോവർ സർക്കുലർ പ്ലേറ്റിനും അപ്പർ സർക്കുലർ പ്ലേറ്റിനും ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതിനിടയ്ക്കുള്ള റിലേഷൻ, രണ്ട് പ്ലേറ്റിന് തമ്മിലുള്ള റിലേഷൻ്റെ ഇടയ്ക്ക് ഒരു ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനുണ്ട്. ആ ലൈനിനെ പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽസ് എന്ന്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രണ്ട് പ്ലേറ്റും ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കറക്കി നമുക്ക് റീഡിങ്സ് നമുക്ക് ഈ തിയോഡലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അടുത്ത ഫണ്ടമെൻ്റൽ ലൈൻ, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ലൈൻ എന്നും പറയാം. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ പറയുന്ന ബബിൾ ട്യൂബിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല, ഇതിനകത്ത് ഒരു കർവ്ഡ് ബബിൾ ട്യൂബാണുള്ളത്. അതിനകത്തുള്ള ഈ പറയുന്ന ബബിൾ ട്യൂബിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ്, ആ കർവിന് ടാൻജൻഷ്യലായി കടന്നു പോകുന്ന ഈ ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനാണ് ബബിൾ ലൈൻ എന്ന് പറയുന്നത്. ഇത് ബബിളിൻ്റെ സെൻറ്റർ ആകുമ്പോൾ ബബിൾ ലൈൻ ഹൊറിസോണ്ടലാകും, ഒപ്പം വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലറും ആകും. അതായത് ഇൻസ്ട്രുമെൻറ്റ് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആകും. അടുത്ത ഫണ്ടമെൻ്റൽ ലൈനാണ് ലൈൻ ഓഫ് കോളിമേഷൻ. അതായത് ടെലസ്കോപ്പിൻ്റെ ഡയഫ്രത്തിൻ്റെ ക്രോസ് ഹെയർ മുതൽ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനാണ് ലൈൻ ഓഫ് കോളിമേഷൻ. അടുത്തത് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ മുതൽ ഐ പീസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ വരെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. അതായത് ഈ ടെലസ്കോപ്പിനകത്ത് മാത്രമേ ഈ ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ ഉള്ളൂ.